യേശുവിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ദൈവം ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുന്ന അത് സമൃദ്ധമായിട്ടായിരിക്കും അനുഗ്രഹിക്കുന്നത് എന്ന് തിരുവചനത്തിലൂടെ നമുക്കിന്ന് കാണിച്ചു തരികയാണ്. ദൈവം ആരെയും ചെറുതായിട്ട് അനുഗ്രഹിക്കുകയില്ല. സമൃദ്ധിയുടെ അനുഗ്രഹമായിരിക്കും വരുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവം കാണിച്ചു തരുന്നുണ്ട്. കർത്താവ് അബ്രാഹാമിനോട് അരുളിച്ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. എത്ര വലിയൊരു അനുഗ്രഹമാണ്, മഹത്തരമായ ഒരു നാമമാണ് അബ്രാഹത്തിന് ദൈവം കൊടുക്കുന്നത് എന്ന് 12-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവം നമുക്ക് കാണിച്ചു തരികയാണ്. 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ കർത്താവ് അബ്രാഹത്തിനെയും ലോത്തിനെയും തൻ്റെ വാഗ്ദത്ത ഭൂമിയിലേക്ക് അയക്കുന്നു. അവിടെ വെച്ച് അബ്രാഹാം ലോത്തിൽ നിന്നും വേർപ്പെടുന്നു. അബ്രാഹാം ലോത്തിൽ നിന്നും വേർപെട്ട് കഴിയുമ്പോൾ ദൈവം അബ്രാഹാമിനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്, ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണിത്തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവും. ഈ ലോകത്തിൽ ഇതുവരെ ആർക്കും എണ്ണിത്തീർക്കാൻ പറ്റാത്ത ഒന്നാണ് പൂഴി. അത്രയ്ക്ക് വലിയൊരു അനുഗ്രഹമാണ് ദൈവത്തെ അബ്രാഹാം അനുസരിച്ചതുകൊണ്ട് ദൈവം അവന് കൊടുക്കുന്ന വാഗ്ദാനം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ കഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എന്തായിരുന്നാലും ആ ദൈവത്തെങ്കിലേക്ക്, ആ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് ആ കർത്താവ് നിന്നോട് എന്താണോ പറയുന്നത്, നിന്നോട് വചനത്തിലൂടെ എന്താണോ സംസാരിക്കുന്നത്, അത് പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ലോകത്തിന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകുമെന്നുള്ള വചനം നിങ്ങളിൽ നിറവേറുന്നത് കാണുവാൻ സാധിക്കും. നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നത് കാണുവാൻ സാധിക്കും. ഈ തിരുവചനം നിങ്ങൾക്കൊരനുഗ്രഹമായി മാറട്ടെ. നിങ്ങളെ ദൈവം സമർത്ഥമായിട്ട് ഈ ദിവസം മുന്നോട്ടുള്ള ദിവസങ്ങളിലും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.